It is a joy for us to be in the presence of the Lord and to worship and to sing the songs and worshiping. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. Let us be with much prayer in the presence of God, and I pray that today's worship as well as the message will be a blessing to us. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. We're going to read the book of Titus. Apostle Paul wrote in the 2nd chapter, verse 12 and 13. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. We ask you to be attentive this morning. Nothing as important as hearing and being in the before the word of God. ദൈവവചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നതിന് അധികമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യവും നമ്മുടെ ഇടയിലില്ല. അതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യം നൽകി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. Because of that I ask you to be in much prayer and attentive today this morning. ദൈവവചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ബൈബിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ അത് മാത്രമേ കയ്യിലുള്ളെങ്കിൽ ഉപയോഗിക്കുക. അല്ല എങ്കിൽ ഫോണുകൾ ദയവായിട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. If you brought your phones to read the word of God, then use it for that purpose. Otherwise, turn it off and keep it aside. ദൈവത്തിൻ്റെ വചനത്തെയും ദൈവ സാന്നിധ്യത്തെയും ഒരിക്കലും നമ്മൾ കുറച്ച് കാണുവാനോ നിന്ദിക്കുവാനോ ഇടയാകരുത്. And I pray that we don't belittle the presence of God or consider it irreverent. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ വായിച്ചില്ല, അതുകൊണ്ട് ഒരിക്കൽ കൂടെ വായിക്കാം. അത് 2-ാം അധ്യായത്തിൻ്റെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. It teaches us to say no to ungodliness and worldly passions, to live self-controlled, upright, and godly lives in this present age, while we wait for the blessed hope, the appearing of the glory of our great God and Savior Jesus Christ. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സീരീസ് ആയിട്ട്. We have been sharing from Philippians as the last few weeks as a series. എന്നാൽ പ്രത്യേകമായിട്ട് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന പ്രത്യേകമായ സാഹചര്യങ്ങൾ സംഭവവികാസങ്ങളൊക്കെ കൊണ്ട് അത് ഒന്ന് മാറ്റി തൽക്കാലത്തേക്ക് വേറൊരു വിഷയത്തെ ഇന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. Because of what is happening around us throughout this world, that we're going to set that aside and talk about a different subject today. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ ഇവിടെ പറയുന്നത് ഭാഗ്യകരമായൊരു പ്രത്യാശ നമുക്കുണ്ടെന്നാണ്. And in the book that we write, the passage that we read, that there is a blessed hope we have. ഇന്നത്തെ ഒരു ട്രബിൾഡ് വേൾഡിൽ ഇത്രത്തോളം കഷ്ടങ്ങൾ നിറഞ്ഞ ഒന്നും നമുക്ക് പ്രവചിക്കുവാൻ കഴിയാത്ത പ്രവചനാതീതമാവണ്ണം കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന ഒരു ലോകത്തിൽ, കലുഷിതമായ ലോകത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. It is even a miracle to say that we have a blessed hope. In a world that we live, it is confusing and beyond any prophecy can predict or predicted. That's the world that we are living in today. ലോകത്തിലെ മനുഷ്യരെല്ലാം പറയും ഈ ലോകത്തിന് യാതൊരു ഭാവിയില്ല എന്ന്. And the people of this world will say that this world is set for doom and gloom and there's no hope. പക്ഷേ നമ്മൾ ദൈവമക്കൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, there is a future. It is only by the children of God that we have a hope, that we are in God's hand, we have a future. എന്തുവാ നമ്മുടെ ഭാവി എന്ന് പറയുന്നത്? ഈ ഭാവി പ്രത്യാശ എന്ന് ഇവിടെ പറയുന്നത് എന്തുവാ? So what is the blessed hope the word of God is talking about? യേശു കർത്താവിന്റെ മടങ്ങി വരവിന്റെ പ്രതീക്ഷ. It is the hope that our Lord Jesus is coming back. അതാണ് ഈ തീത്തോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടായിരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. And that is why Titus is mentioning that we are a group of people who are waiting for the blessed hope, the appearing of the great glory of our God and Savior Jesus Christ. Blessed hope എന്ന് പറഞ്ഞാൽ, blessed എന്ന് പറഞ്ഞാൽ happy, joyful,
ലോങ് എന്നുള്ള അർത്ഥമാണ്. സ്പിരിച്വലി ഫേവറബിൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. The word blessed means that is spiritually favorable and joyful experience. ഹോപ്പ് എന്ന് പറഞ്ഞാൽ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ വെറും ആഗ്രഹം മാത്രമല്ല. A hope is not a mere a desire or longing. ഒരു കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ ആണ്, ധൈര്യത്തോടെയുള്ള ഒരു പ്രതീക്ഷയാണ്. A hope is a confident expectation that will be fulfilled. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇങ്ങനെ ലോകം നശിച്ച് തകർന്ന് നാമാവശേഷമാകുന്നെന്ന് തോന്നുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ഒരു കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ ഉണ്ട്. Even when we feel everything is falling apart around us, there is a sure confidence that we have in Christ Jesus. എന്താണ് കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ? What is the confident expectation we have? നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ. It is the expectation that our Lord Jesus Christ will come. ആ പ്രത്യാശയുള്ളവരൊക്കെ കൈ ഉയർത്തി കർത്താവിന്റെ മഹത്വം കരയട്ടെ. Hope, raise your hands and praise God this morning. അതാണ് നമ്മുടെ പ്രത്യാശ. And that is our hope. അല്ലാതെ നമ്മുടെ ലോകത്തിലെ മറ്റെന്തെങ്കിലും കാര്യത്തിലല്ല നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നത്. We are not hoping or putting our trust in anything else in the world. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടി വിയിലും മറ്റ് ചാനൽസിലും ഒക്കെ നമ്മൾ പത്രമുഖേനയൊക്കെ വാർത്തകൾ മുഖേനയൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്നത് പോലെ ഒരു ടെൻഷൻ എസ്കലേഷൻ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള വർധനവ്, സംഘർഷങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് അനേക സ്ഥലങ്ങളിൽ. As we are watching on the news and reading our newspapers or social media, there's an escalation of tension going on around the world. വിശേഷാൽ ഇസ്രയേലും ഇറാനും ഒക്കെ തമ്മിലും അതിനോടനുബന്ധിച്ച് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളൊക്കെ ഇടപെട്ട് അതിലൊക്കെ ഇൻവോൾവായി അമേരിക്ക ഇടപെട്ട് നടക്കുന്ന ടെൻഷനെ കുറിച്ച്, സംഘർഷങ്ങളെ കുറിച്ച് നമുക്കറിയാം. We all know the tension that is going on in the Middle East between the involvement of the United States and Israel and Iran, all the countries around there. ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനിലൊക്കെ നടന്ന പ്രൊട്ടസ്റ്റുകൾക്കെതിരായിട്ട്, പ്രതിഷേധ മാർച്ചുകൾക്കൊക്കെ എതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള അടിച്ചമർത്തലുകളും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുവാനും ഇടയായി. And before this happened, we know that in Iran, because of the protest, and people were suppressed and killed in Iran for thousands of people. എന്നാൽ ഇപ്പോൾ ആ സംഘർഷങ്ങൾ വളരെ അധികമായിട്ട് ചുറ്റുപാടുകളിലേക്കെല്ലാം വ്യാപിച്ചിരിക്കുക. But that tension and is being spread across the neighboring countries as well. ഇപ്പോൾ ഇത് രണ്ടോ മൂന്നോ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മാത്രമായിട്ട് നിലകൊള്ളുന്നില്ല. It is not being contained as the tension between one or two countries. ഒരു എൻറ്റയർ റീജിയനെ, മുഴുവൻ ആ പ്രദേശങ്ങളെ എല്ലാം അത് ഗ്രസിച്ചിരിക്കുക. And it is the neighboring countries, all those Muslim countries are gripped by the tension that is going on in the Middle East. ലോകം മുഴുവൻ ഒരു വല്ലാത്ത ഭയത്തിലും ഭീതിയിലും അകപ്പെട്ടിരിക്കുന്നു. And it is affecting the entire world, and every country and every nation is wondering and going through the പല രാജ്യങ്ങളും എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു. And many nights are declared emergency in many countries. അനേക ഭവനങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങുവാൻ പോകുമ്പോൾ അടുത്ത ദിവസം എഴുന്നേക്കാൻ കഴിയുമോ എന്നുള്ള ധൈര്യത്തോടെയല്ല പോകും. Many people are going to sleep wondering if I'm going to be able to wake up next morning safe. പലരും വർക്ക് ഫ്രം ഹോം, വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ യാത്രകളെല്ലാം ഏതാണ്ട് നിലച്ച രീതിയിലാണ്. And many people are working from home, and all the travel, everything is blocked or banned. അപ്പൊ ഇതെല്ലാം സംഭവിക്കുമ്പോൾ മനുഷ്യരെല്ലാം പേടിച്ചു വശായിരിക്കുകയാണ്. When all these things are happening, people are confused and perplexed. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കാൻ തുടങ്ങുന്നത്, കർത്താവിന്റെ വരവടുത്തോ? When we see these things, we said natural question is the coming of the Lord near. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ ബുധനാഴ്ച നമ്മുടെ ബൈബിൾ സ്റ്റഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. In Friday we have been studying from Revelation. ആ പഠനത്തോട് ചേർന്ന് നിന്ന് ഇതുകൂടെ വരികയാണ് ദൈവത്തിന്. And along that study we are talking about this passage is connected. അപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെയുള്ള വലിയ സംഘർഷങ്ങളെല്ലാം ഇങ്ങനെ നടമാടുമ്പോൾ, when all these tensions are going throughout the world, നമുക്ക് എന്തുവാ ചെയ്യാൻ പറ്റുന്നത്? What can we do? സാധാരണ ഒരു യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭീതിതമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ വരവെടുത്തെന്ന് പറയുന്നത് പോലെ പറയുന്നതാണോ? Is it just a mere conversation of the Lord's coming is near when we go through an earthquake or
a simple incident like a war. കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ചൊക്കെ കേൾക്കുമെന്ന് കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. The Lord Jesus himself said, before my coming there would be talk of war and the war themselves. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. And in Luke chapter 2 verse 19 it is written, നിങ്ങൾ യുദ്ധങ്ങളും കലഹങ്ങളും എല്ലാം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. do not be frightened when you hear about wars and rebellion. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളോട് എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? So as we hear about these things, what is the Lord asking us to do? നിങ്ങൾ ഭീരുക്കളാകുവാനിടയാകരുത്, നിങ്ങൾ ഞെട്ടിപ്പോകരുത്, ഭയപ്പെടരുത്. Do not be frightened or afraid. That's what the Lord says. എന്നാൽ നിങ്ങൾ വാച്ച് ചെയ്യണം, കാത്തിരിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. But the Lord is asking to watch and wait. ഒരുങ്ങിയിരിക്കണമെന്ന് കർത്താവ് പറയുന്നു. The Lord is asking us to be prepared. ഇന്ന് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ So I ആഗ്രഹിക്കുന്നു. want to share a few things about being prepared. ഒരു ലൈഫ് സ്റ്റൈൽ ഓഫ് എക്സ്പെക്ടൻസി, കർത്താവിന്റെ വരവിന്റെ പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരു ജീവിതചര്യ നമുക്കുണ്ടാകണം. We should have a lifestyle of waiting on constantly on the coming of the Lord. ഭയപ്പെട്ട് വശാകാനല്ല കർത്താവ് The പറഞ്ഞിരിക്കുന്നത്. Lord is not asking us to be frightened and live in a lifestyle like that. പ്രത്യുത അവന്റെ വരവിനായിട്ട് കാത്തിരിക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. Rather, he's asking us to wait for his coming. ഇതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ As all these things are happening around us, ലോകം മുഴുവൻ ഏതാണ്ട് അസുരക്ഷിതത്വവും അല്ലെങ്കിൽ മാറ്റം മറിച്ചിലുകളും എല്ലാം കാണുമ്പോൾ all the tumult and the changes are going all over the world and the world is afraid. നമ്മൾ ഞെട്ടിപ്പോകാനായിട്ടല്ല. Not that we should be frightened or afraid. We need to understand the world is moving towards a place where the coming of Christ is going to take place soon. നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു, അതിനോട് സമീപമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. You should be looking for എന്ന ദൈവവചനം പറയുന്നത്, നിങ്ങൾ കാത്തിരുന്നും കൊണ്ട് എന്ന ദൈവവചനം പറയുന്നത്. The word of God says you should be patiently waiting and you should be tarrying for my coming. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് ലോകത്തിന്റെ വേറൊരു കോണി നടക്കുന്ന ഒരു കാര്യമല്ലേ? Don't think that this is happening in another side of the world. അമേരിക്കയിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യമുണ്ട്? And you know we are safe in America. What do we need to talk about and preach about this? ഇത് അനേക രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ സംഘർഷമായതുകൊണ്ട് മാത്രമല്ല, It is not because many nations are involved. That is not what we're talking about. ദൈവവചനത്തിന്റെ പ്രവചനങ്ങളിലും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഇസ്രയേലിനും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. Throughout the scripture it gives great significance of what happens to Israel and all the history associated with Israel. ഇസ്രയേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. Israel, and God has not abandoned Israel. സംശയമുണ്ടെങ്കിൽ റോമാലേഖനം വായിച്ചു നോക്കണം. If you are doubting that, read Romans. ഇസ്രയേൽ മുഖാന്തരമാണ് കർത്താവ് തന്റെ ഒന്നാമത്തെ വരവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായത്. Because of Israel is the reason our Lord Jesus came the first time. ഇനിയും രണ്ടാമത് കർത്താവ് വരാനും ഇസ്രയേൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു കാരണമാകും. And you know Israel will be the reason, that visibly or invisibly the reason why the Lord will come the second അതുകൊണ്ട് time. ഇസ്രയേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. Because of that God has not rejected Israel. ഇസ്രയേൽ ഇപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. Israel is still in the plan of God. അപ്പൊ ഇസ്രയേലിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മയും ദൈവജനത്തെയും ലോകത്തെ ആകമാനം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിൽ കുറിച്ചു വെച്ചുകൊള്ളണം. So we must hold in our heart that whatever happens to Israel is we should be mindful that it affects each one of us, the children of ഈ God. ഹെഡ്ലൈൻസ് എല്ലാം കാണുമ്പോൾ, വാർത്തകളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വേൾഡ് ഈസ് സോ അൺസ്റ്റേബിൾ, ഇതിന് സ്ഥിരതയില്ലാത്തൊരു ലോകമാണ്. As you see the headlines in the news and the in the media, we understand the world is an unsafe place. ജാതിയോടും രാജ്യത്തോടും എല്ലാം എതിർക്കുകയും കലഹവും ശണ്ഠയും പ്രയാസങ്ങളും യുദ്ധവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. And the war is going on between tribes and nations, and all these things will happen in the world. എന്നാൽ ഒരു വിശ്വാസിക്ക് അതിന്റെ മധ്യത്തിലും ഒരു പ്രത്യാശ ഉണ്ടെന്ന തീത്തോസ് പറയുന്നത്. But Titus is reminding us, even among those situations there is a hope we have in Christ. എന്താണ്? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് കഴിയുക. And we are waiting for the blessed hope, that appearing of our Lord Jesus Christ in the sky. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? So what must we do? ഇതെല്ലാം സംഭവിക്കുന്ന നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം അല്ലേ? Hey, let us make calculations of what will happen. ഞാൻ ഓർക്കുന്നുണ്ട് ഈ പുതിയ നൂറ്റാണ്ടിലേക്ക് കയറിയപ്പോൾ,
As I remember, we entered this new century. ഒരു വലിയ ഫീവർ എല്ലാവർക്കും ഉണ്ടായി ലോകമാസകലം. There was a fever going on all around the world. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വേൾഡിൽ There was among the Christian world especially. എല്ലാവരും കണക്ക് കൂട്ടാൻ തുടങ്ങി. Everybody started calculating. 4000 വർഷം കഴിഞ്ഞു, 2000 വർഷം കഴിഞ്ഞു, 6000 വർഷമായി. And they figured 4000 years went by, then another 2000 years. അപ്പോൾ ഇത് കർത്താവിന്റെ വരവിന്റെ സമയമായി. And it is the time for the coming of the Lord according to the word. അപ്പോൾ 2000-ൽ നമ്മൾ പ്രവേശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 26 വർഷം മുമ്പത്തെ കാര്യമായി പറയുന്നത്. I'm talking about 26 years ago as we are entering the new century here. ഇത് സംഭവിക്കുമ്പോൾ ഈ കർത്താവ് വരും, ഈ പുതിയ നൂറ്റാണ്ടിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് കർത്താവ് വരുമെന്ന് പറഞ്ഞു. And we even mentioned, we were thinking the Lord's coming is near before even we enter this new century. അന്നും കർത്താവ് വന്നില്ല. Even then the Lord coming did not happen. അനേക യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും ഒക്കെ ലോകമെല്ലാം ഉണ്ടായി. And there was famine and war throughout the world. അന്നും കർത്താവ് വന്നില്ല. Even then our Lord did not come. അപ്പോൾ പത്രോസ് പറയുന്നത് പോലെ കർത്താവ് വരികയില്ലെന്നാണോ? Does that mean, as Peter says, that he will never come? അതോ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. Just like some people think that that Lord's coming is tarrying, that does not mean that. അപ്പോൾ നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നതിന്റെയോ ദൈവവചനം പഠിക്കുന്നതിന്റെയോ ഒന്നും ലക്ഷ്യം നമുക്കൊരു സമയം കൃത്യമായിട്ട് പറഞ്ഞ് ഇന്ന തീയതിക്ക് ഇന്ന വർഷം ഇന്ന സമയത്ത് കർത്താവ് വരുമെന്ന് പറയാനല്ല. And all the things that we are talking about is not to point you this particular day or this particular time our Lord will come. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന കർത്താവ് നൽകിയ വാഗ്ദത്തത്തിലാ. Our focus is on the promises of the word of God. എന്താണ് കർത്താവ് നൽകിയ വാഗ്ദത്തം? So what is the promise our Lord? കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. The Lord said, here I am coming quickly. അപ്പോൾ നമ്മൾ ഏറ്റു പറയുക, so we are confessing, even so come O Lord. ദൈവമേ കർത്താവേ വരണമേ. ആമേൻ. കർത്താവേ വരണമേ. Lord Jesus come. അതാണ് നമ്മൾ പറയാനുള്ളത്. And that is the only response we have. എന്നാൽ ഇന്ന് ലോകം ഏറ്റവും അധികമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞെന്ന് നമുക്ക് തിരിച്ചറിയാം. So we know the world is preparing for the end. ചില കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. So let us look at few things very quickly. ആവശ്യമായാൽ 1-2 ആഴ്ച കൂടെ നമ്മൾ ഈ വിഷയം തുടരും. We will continue this for the next couple of weeks. എന്തുവാ കർത്താവിന്റെ വരവിന്റെ ഒരു സമയം എന്ന് പറയുന്നത്? So what is the timing of the Lord's coming? യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ സമയമെന്ന് പറയുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. It is so sure that the timing of the Lord coming, no one knows. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. In Mark's Gospel chapter 13 we read, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, the earth and the heavens will, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. My words will never depart. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. Regarding that time, nobody, even the Son or the angels of heaven, does not know. Only the Father knows. 13-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം ശ്രദ്ധിക്കണേ. And I want you to pay attention to verse 13 and 32. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. And because we do not know what that time is, wake up and be praying. അപ്പോൾ കർത്താവ് എപ്പോഴാ വരുന്നേ? When does the Lord come? 2026-ലാണോ? Is it in 2026? 2025 ഏതായാലും വന്നില്ലല്ലേ? He did not come in 25. കർത്താവ് വന്നില്ലെന്ന് ധൈര്യമുള്ള എത്ര പേരുണ്ട്? How many of you know that he did not come in 25? കർത്താവ് ഇതുവരെ വന്നില്ല. He has not come to this point. ഈ വർഷം വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. We do not know if he is coming ഇന്ന് തന്നെ വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. We do not know if it will happen today. നേരത്തെയൊക്കെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പ്രസംഗിക്കുമ്പോൾ ചിലർ പറയുമായിരുന്നു, കർത്താവേ ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. In the old days when we preach about the second coming of the Lord, people will say, Lord, wait a little longer. കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. And we just got married and started a family life. അല്ലെ പഠനം എല്ലാം കഴിഞ്ഞൊരു ജോലി തുടങ്ങിയതേ ഉള്ളൂ. I went through college and just got the job.
ഇതിനൊന്നും വേണ്ടിയല്ല കർത്താവ് നിൽക്കുന്നത്. And our Lord is not waiting or tarrying for any of this. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. The word of God is very clear. ഇവിടെ കർത്താവ് തന്നെ പറയുന്നു മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ആ കാലം എപ്പോഴെന്ന് നിങ്ങളറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ. Because you do not know the time or the day, be awake and tarry for my coming. ഒരുപാട് പാസേജസ് ഉണ്ട് അങ്ങനെ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. There are many passages that teach us the same thing over and over again. എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവർ തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും. There may be people who are talking about specific dates when some things happen. ഓരോരുത്തരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്തോട്ടെ. And those who have given such ministry, let them do it. എന്നാൽ നമ്മൾ ആ അബദ്ധത്തിൽ ചാടരുത്. So don't fall into that trap of predicting the days. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് അത് പറയുന്നു. And the word of God is very clear and clearly mentioned that in the scripture. കർത്താവിന്റെ വരവിന്റെ സമയം ഏത് ദിവസം ഏത് സമയത്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. We do not know what day or what time he will come. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. In Acts chapter 1 verse 6 and 7. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ചോദിച്ചു, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. When they were together, the disciples asked Jesus, is this the time when you will establish the kingdom of Israel? അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. So Jesus responded to them, it is not for you to know the time or the day of what the Lord the Father has prepared. ഇത്രയും വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടും Even such a clear explanation that the word of God gives. നമ്മുടെ ഇച്ചിങ് എന്ന് പറയുന്നത് ഇപ്പോഴും കാലങ്ങളും സമയങ്ങളും അറിയണം. Even our desire is to know the time and the day. ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് അറിയാനാണ് നമ്മുടെ ആഗ്രഹം. Our desire is to know whether he come today or tomorrow. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 3 വരെയുള്ള വാക്യങ്ങൾ. In Thessalonians chapter 5 verses 1 through 3. കർത്താവിന്റെ വരവ് എങ്ങനെയാകുമെന്ന് അവിടെ പറയുന്നത്. The word of God is asking how the coming of the Lord will be. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. Brothers, it is not for me to let you know about the time of the day. കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. No, you know that just like the thief comes in the middle of the night, you know he will come. പറഞ്ഞേച്ചു വരുന്ന കള്ളന്മാരുണ്ടോ? Is there a thief who will let you know when he's going to steal? നോട്ടീസ് തന്നെ ചെയ്ത് കള്ളനാ വരുന്നത്. Which robber will come after giving a notice? നാട്ടിലൊരു കള്ളനുണ്ടായിരുന്നു, അയാളുടെ പേര് കായംകുളം കൊച്ചുണ്ണി എന്നായിരുന്നു. And there was a thief back in Kerala, his name was Kayamkulam Kochunni. ഇപ്പോഴും അറിയപ്പെടുന്ന കള്ളന്മാരെ എല്ലാം കായംകുളം കൊച്ചുണ്ണി എന്നാ വിളിക്കുന്നത്. Even today many of the robbers and thieves are named after him. അദ്ദേഹം നേരത്തെ പറയുവാരെന്നാ പറയുന്നത്, ഞാൻ ഇന്ന വാഴക്കൊല വെട്ടി അടിച്ചുകൊണ്ട് പോകുന്നു. And it is mentioned that he used to tell people that I'm going to take this bunch of bananas at certain time. അങ്ങനെയുള്ള കള്ളന്മാർ വളരെ ചുരുക്കമാണ് അല്ലേ? And those kind of robbers are very rare. എന്നാൽ ഇവിടെ കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്, അവൻ കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിന്റെ നാൾ വരുന്നു. The word of God says just like the thief comes in the middle of the night, our Lord's അത് coming. നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. And you know that very well, Jesus says. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. And they will have destruction just like the woman who's got pain, that it will happen immediately without any knowledge. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യം. It will happen very quickly. അനേക കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ. I want to mention many things regarding this subject. അപ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവിന്റെ വരവെന്ന് പറയുന്നത് ഇൻകാൽക്കുലബിൾ, അൺപ്രഡിക്റ്റബിൾ. And the coming of the Lord is incalculable and unpredictable. സാഹചര്യങ്ങൾ, സംഭവ വികാസങ്ങൾ നോക്കി നമുക്കൊരു
മനസ്സിലാക്കാൻ കഴിയും കർത്താവിന്റെ വരവ് എന്നത്തെക്കാളും അടുത്തിരിക്കുക. We can see the circumstances, we can see the environment, and may be able to see the Lord's coming is near. ദൈവത്തിന്റെ വചനം അതിനുവേണ്ടി രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. The word of God uses two words similar to that in Revelation. ഒന്ന് imminent എന്ന് പറയുന്ന വാക്കാണ്. And the word is imminent. എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വരാൻ പോവുകയാണ്. That means it is going to happen very quickly. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലെ അതിന്റെ 7-ാം വാക്യം 12-ാം വാക്യം 20-ാം വാക്യത്തിലൊക്കെ കർത്താവ് പറയുന്നുണ്ട്. In Revelation chapter 22 verse 7, 12 and 20 the Lord is saying the same thing. എന്ന് പറഞ്ഞാൽ വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. He says, behold, I come quickly. കർത്താവ് പറയുന്നു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. And the Lord is saying, I will come very quickly. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. And those who keep the sayings of this word, the book is blessed, it says. ഇമ്മിനന്റ് ആയിട്ടുള്ള വരവ്. And that says he is coming imminently. രണ്ടാമത്തേത് ഇംപെൻഡിങ് എന്നുള്ള വാക്കാണ്. And the second word is impending. എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് it could take place at any time. That means it is expected that will happen. It could happen any time. ഏത് സമയത്തും നിറവേറാം. It could happen any time. അത് സംഭവിക്കുമ്പോൾ വേഗത്തിൽ സംഭവിക്കും. And when it happens, it will happen quickly. എന്നാൽ ഏത് സമയത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I don't know what time it will happen. അതിനെക്കുറിച്ച് വചനത്തിൽ ഞാൻ ഇപ്പോൾ വായിച്ചത് രാത്രിയിൽ കള്ളം വരും പോലെ അവന്റെ നാൾ വരുന്നു. Just like we read it, just like the thief comes in the night, that will happen. പത്രോസിന്റെ ലേഖനത്തിലും അതേ കാര്യം തന്നെ എഴുതിയിട്ടുണ്ട്. In the book of Peter it is written the same. 2 പത്രോസ് 3:10. And 2 Peter chapter 3 verse 10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. And the day of the Lord will come like a thief in the അന്ന് night. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. And the heavens will pass away with great noise. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും And the ചെയ്യും. elements will melt with fervent heat, and the earth also will be destroyed. ഹല്ലേലൂയ. Amen. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതല്ല കർത്താവിന്റെ വരവ്. His coming is not something we can calculate. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ ദൈവത്തിന്റെ വചനം So പറയുന്നത്. because of that, what is the word of God asking us to do? സമാധാനമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിർഭയമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ആ നാൾ വന്നു ചേരാമെന്നാണ്. When we consider it as peace, just like the woman has a labor pain, it will happen quickly, it says. അതുകൊണ്ട് ക്രിസ്ത്യൻസിനോട് എന്തുവാ പറയുന്നത്? So regarding Christians, what is the Lord asking us? We have to be eagerly waiting for his coming. നമ്മള് ക്ഷമയോടുകൂടെ കർത്താവിന്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓരോ ദിവസം കഴിയും തോറും പലപ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകും തോറും നമുക്ക് കർത്താവിന്റെ വരവ് ഒരു എക്സൈറ്റ്മെന്റേ അല്ല. And many times, we are, settled and living in this country. We are not excited about കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. There was a time when we had an excitement when we talked about the second coming. എന്നാൽ അത് സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ വലിയ പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ മങ്ങുന്നതാണോ, നമ്മളിൽ മറ്റു കാര്യങ്ങൾ കയറി നമ്മളെ അത് മൂടിക്കളയുന്നതാണോ എന്നറിയത്തില്ല. As the time go by, that fervency we had is diminished because the world gets into us. പത്രോസ് പറയുന്ന പോലെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അനേകർ ചോദിക്കും അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? And so just like Peter was asking, where is his coming? Where is his coming? ലോകത്തിലെ കാര്യങ്ങളൊക്കെ ആദ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഇന്ന് ഇരിക്കാന്ന് അവർ പറയുന്നത്. And they were saying just like the beginning, the creation, it is even the same today. ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, there is something very essential for the children of God. നമ്മളാരും നമ്മുടെ മരണത്തിനായിട്ട് കാത്തിരിക്കുന്നവരല്ല. None of us wait for our death. നമ്മളെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. All of us are waiting for the coming. അവന്റെ രണ്ടാമത്തെ വരവിന് മുമ്പിൽ നമ്മൾ മരിച്ചാൽ, നമ്മൾ മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God tells us if we die before his coming, we will be rising up with the rest of the saints. എന്നാൽ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ള ഒറ്റ കാര്യം, there is only one thing we must do as we are still alive. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. And we need to be patiently waiting for the coming of the eagerly awaiting for his coming. We need to be eagerly waiting for the Lord. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. We need to be waiting with much hope. ഹല്ലേലൂയ. Hallelujah. ഒന്നാം നൂറ്റാണ്ടിലെ സഭയൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ തമ്മിൽ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. There was a saying when the first century saints were gathered to meet. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ്
വേഗം വരും. They used to say Maranatha means our Lord is coming soon. ആ ഒരു ഹോപ്പ് നമ്മളിൽ ലൈവായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. That hope should be alive in us as we are. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In Philippians chapter 3 verse 20 we read. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. Our citizenship is in heaven. We know that our Lord will come. Our Savior and Lord will come. നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ്. Our citizenship is in heaven. ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് നമ്മുടെ തീർന്നു പോകുന്നതാണ്. Our citizenship in this country will end at one time. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പൗരത്വം നമുക്ക് തന്നിട്ടുണ്ട്. But God has given us a citizenship that will never end. ആ ലോങ് ലാസ്റ്റിംഗ് സിറ്റിസൺഷിപ്പ് സ്വർഗ്ഗത്തിലാണ്. That citizenship is in heaven. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുക. And we are waiting patiently that we will come as our Savior. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് തീത്തോസ് പറയുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. And that is why Titus is saying we are waiting for the blessed hope. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. We are waiting for our great God and Savior Jesus Christ for his appearance. ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞോണം. As you are going to bed, you should be said to yourself. ഒരുപക്ഷേ എന്റെ ഉറക്കത്തിന്റെ സമയത്തായിരിക്കാം കർത്താവ് വരുന്നത്. Maybe while I'm sleeping, you, oh Lord, you are coming. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മോട് തന്നെ പറഞ്ഞോണം. As you are waking up in the morning, you need to say ഇതുവരെ to കർത്താവ് yourself, വന്നില്ല, ഒരുപക്ഷേ ഇന്ന് കർത്താവ് വരുമായിരിക്കാം. our Lord has not come, maybe he will come today. അപ്പൊ നമ്മൾ ഒരു പ്രതീക്ഷയോടെ ജീവിക്കണം ഓരോ ദിവസവും. So every day we need to live with that hope of his coming. ഹല്ലേലൂയ. Amen. നമ്മളിൽ എത്ര പേരാ പ്രതീക്ഷ വർദ്ധിച്ചു വരുന്നുണ്ട്? How many of you have that hope increasing day by day? അതോ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? Or are you losing that hope daily? പൗലോസ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. Paul is saying that when I look at myself, I see one thing. പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ഇങ്ങനെ The ക്ഷയിച്ചുകൊണ്ടിരിക്കുക. external man is disintegrating day by day. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, But one thing I know, അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. even though the internal man is getting stronger and stronger every day, നമ്മൾ പ്രായത്തിൽ അഡ്വാൻസ് ആകുന്നു, we are advancing in our age. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു. Our physical body is deteriorating day by day. പക്ഷേ അകമയുള്ള മനുഷ്യനെ ക്ഷയിക്കുവാൻ അനുവദിക്കരുത്. But don't allow the internal man to be destroyed. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ക്ഷീണിച്ച് ഒരു ജീവനുമില്ലാതെ നിർജീവരായിരിക്കുന്ന എത്ര പേരുണ്ട്? How many of you have that internal, the spiritual man is deteriorating? അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ജീവൻ ഉണ്ടാകണം, ആ പ്രതീക്ഷ ഉണ്ടാകണം. So we have to have that hope internally within us. അങ്ങനെ ഈഗറായിട്ട് വളരെ താല്പര്യത്തോടെ ആകാംക്ഷയോടെ നമുക്ക് So കാത്തിരിക്കണം. we must be eagerly and anticipating his coming. ഈഗറായിരിക്കാൻ, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ മാത്രമല്ല പറയുന്നത്. He's not only asking for us to wait eagerly for his Be coming. alert and sober. He's asking us to be alert and sober. ഈ കാത്തിരിപ്പിൽ നമുക്കില്ലാതെ പോകുന്നൊരു കാര്യം ഇതാ. This is something's lacking in our waiting. കാത്തിരിപ്പാണെന്ന് നമ്മൾ പറയും, We will say we are waiting for his പക്ഷെ coming. നമ്മൾ അലേർട്ട് അല്ല, നമ്മൾ സോബറുമല്ല. Oftentimes we are not alert, neither sober. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In 1 Thessalonians chapter 5 we read, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. let us not sleep, do as others do, but let us watch and be sober. ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം. And we should be sober and putting on the breastplate of faith and love. ഫിസിക്കൽ സ്ലീപ്പിനെ കുറിച്ചല്ല പറയുന്നത്. He's not talking about the physical sleep. ലിറ്ററൽ സ്ലീപ്പിനെ കുറിച്ചല്ല പറയുന്നത്. He's not talking about the literal sleep. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇടയാവുകയാണ്. And because we are losing our conscience and we living going through the motions of the day. കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുകയാണ്. And we are thinking everything would be okay, will continue just like this. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം സുബോധത്തോടെ ജീവിക്കണം. And the word of God is admonishing us to be sober. അവിടെ 8-ാം വാക്യത്തിൽ പറയുന്നു, നാം പകലിനുള്ളവരാകയാൽ സുബോധത്തോടെ ജീവിക്കണം. And the verse 8 says, because we belong to the day, you need to be waiting and sober. മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. Those who drink at night. പാപത്തിൽ ജീവിക്കുന്നവർ വിശേഷാൽ ഇരുള് അവർക്ക്
പ്രചോദനമാണ്. And those who living in the sin darkness is an encouragement എന്ന് for them. പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കരുത്. So do not live like those people. പകലിലുള്ളവരാകിയാൽ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. Because you belong to the day or the light, be sober and be watchful. അലേർട്ടായിട്ടിരിക്കണം. We need to be alert. ഇത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, കർത്താവ് എപ്പം വന്നാലും പോകാൻ ഞാൻ ഒരുക്കമാണെന്ന്? How many of you can boldly say that regardless of what time he comes, I'm ready to go? ഇന്ന് വന്നാൽ ഞാൻ റെഡിയാണെന്ന് പറയാൻ പറ്റുന്ന? How many of you can say if he comes today that I'm ready? ഒരു ചെക്ക് ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഇവാലുവേഷൻ വേണം. We need to have a check and balance and evaluation of our life. എവിടെയൊക്കെയോ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ? If we have lost our way somewhere, എവിടെയൊക്കെയോ നമ്മുടെ ആകാംക്ഷ നഷ്ടപ്പെട്ടു പോയോ? if we have lost our excitement, എവിടെയൊക്കെയോ നമ്മൾ മറ്റു പലതിലും ആശ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണോ? if you have put our hope in other things instead of him, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. the word of God is very clear. നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും എല്ലാം ഉണ്ടാകുമ്പോൾ, as the famine and the wars and pestilence are happening, നമ്മൾ ഭയപ്പെട്ടു പോകാനല്ല ദൈവത്തിന്റെ വചനം the word പറയുന്നത്. of God is asking us to be പേടിച്ച് afraid. നിങ്ങൾ ഓടി എവിടെയെങ്കിലും രക്ഷപ്പെട്ടോളാനല്ല പറയുന്നത്. The word of God is not asking us to run away. നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. They're asking for us to wait. ഇതെല്ലാം സംഭവിക്കുമ്പോൾ history is moving towards a particular point. And all these things are happening. The history is moving towards a particular ആ point. പോയിന്റ് എന്തുവാ? What is that point? നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവാ. That point is the second coming of our Lord ആ Jesus. രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിക്കണം. And we need to be preparing ourselves for his second ദൈവത്തിന്റെ coming. വചനം തെറ്റായിട്ട് പഠിപ്പിക്കാനും പ്രസംഗിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. I do not want to interpret the word of God in a wrong way. ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനേ ഞാൻ I ശ്രമിക്കത്തുള്ളൂ. only want to stand in the word of God and speak the truth. എനിക്കറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലെന്നാ. What I understand and what I learned is we cannot predict the coming of the അത് ഇന്നോ നാളെയോ ആകാം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. Lord. We do not know whether it will be today or tomorrow. ഇന്നാകാൻ സാധ്യതയുണ്ട്. It is possible it could be ഈ today. വർഷമാകാൻ It സാധ്യതയുണ്ട്. is possible it could be this year. കാര്യങ്ങൾ സംഭവവികാസങ്ങളെല്ലാം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മൂവ് And ചെയ്യുക. all the things that are happening around us moving in that direction. അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ച ചില കാര്യങ്ങൾ നമ്മൾ We'll ചിന്തിക്കും. talk about the signs of his coming next week. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ഉള്ളത്തോട് തന്നെ ഒന്ന് ചോദിക്കാം. So let us ask our soul. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തത്തിങ്കൽ ഞാൻ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച ഒരു സമയമുണ്ട്. There was a time when you rejoice and thinking about the coming of the Lord, you're jumping and praising him. മറ്റെല്ലാം മറന്ന് കർത്താവിനെ അന്ന് ആരാധിക്കുമായിരുന്നല്ലേ? And there were, you forgot about everything and you worship God. അവനെ കാണാനുള്ള ഒരുക്കത്തോടെ നമ്മൾ ഇരുന്ന There സമയങ്ങളുണ്ട്. were times we are awaiting eagerly for his coming. ഇന്ന് എങ്ങനെയായിരിക്കും നമ്മൾ? How is your condition today? ഇന്ന് ആ ഒരു ആകാംക്ഷയുണ്ടോ? Do you have that excitement ആ today? ഒരു തുടിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടോ? Do you have that longing today? കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തുടിപ്പുണ്ടോ? As you hear about the coming of the Lord, do you have a longing and a desire for him? യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ ആളുകൾ എത്ര തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുമായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. I remember those days when people were singing about the second coming of the Lord. People would be jumping and praising God. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു എന്നുള്ള The പാട്ട്. famous Malayalam songs like "The Lord is coming." Are you preparing yourself for the coming of the Lord? ഇന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും പാട്ടുകളുമായി ഏറ്റവും ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത. You know, today the coming of the Lord, those kind of sermons and music people don't like. ഇന്ന് വിടുതലുണ്ട്, ഇന്ന് സൗഖ്യമുണ്ട്, ഇന്ന കാര്യത്തിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയയും സ്തോത്രവും എല്ലാം. People like to hear that you have deliverance today, you're going to be blessed today. That's what people want to hear. യേശു വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് സന്തോഷിച്ച് ആർത്ത് ഉല്ലസിച്ച് കർത്താവിന് മഹത്വം How കരയറ്റും? many of you will rejoice and say our Lord is coming today? How many of you will ഈ rejoice? ലോകത്തിന്റെ മുഖച്ഛായ എല്ലാം മാറാൻ പോവുകയാ. And the face of this world will change അവന്റെ രണ്ടാമത്തെ വരവിങ്കൽ at his second coming. ആ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ, When he comes down with the trumpet sound and the angels coming to this world, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ those ഉയർത്തെഴുന്നേൽക്കും. who are dead in Christ will rise പിന്നെ first. ജീവനോടെ ഇരിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച്
രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ Then എടുക്കപ്പെടും. we, those who are alive, will be transformed with them and to be caught up in the sky. കണ്ണിമയ്ക്കുന്നിടയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പറയും. We're talking about the things happen in the twinkling of an eye. ഈ റിസറക്ഷൻ എന്ന് പറയുന്നത് ആളുകൾ പുനരുത്ഥാനം ചെയ്യുന്നതെന്ന് പറയുന്ന ഉയർക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കണം അത് സംഭവിക്കുന്നത്. That resurrection needs to happen very quickly. കാരണം നമ്മുടെ രൂപാന്തരം, ജീവിച്ചിരിക്കുന്നവരുടെ രൂപാന്തരം എത്ര സമയം എടുത്ത് നടക്കുമെന്നാണ് പറയുന്നത്. And you know what is happening, the transformation of those who are alive, how soon will happen? കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന കണ്ണിമയ്ക്കുന്നിടയിൽ, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. In Corinthians it's mentioned that within the twinkling of an eye we will be transformed. അപ്പോൾ നമ്മുടെ രൂപാന്തരം കണ്ണിമയ്ക്കുന്നിടയിൽ നടക്കുമെങ്കിൽ, If our transformation will happen in the twinkling of an eye, മരിച്ചവരുടെ ഉയർപ്പും കണ്ണിമയ്ക്കുന്നിടയിൽ നടക്കും. and the resurrection of the dead will happen in the same way. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഉയർത്തെഴുന്നേറ്റ് From വരുവാനിടയാണ്. every corner of the world, the universe, people will be rising. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് രൂപാന്തരം എടുക്കപ്പെടുവാനിടയാണ്. People will be transformed from every corner of the earth. ഒന്ന് ഇമാജിൻ ചെയ്തേ. Can you imagine that? നമ്മുടെ മനക്കണ്ണുകളിൽ, നമ്മുടെ ഉള്ളിൽ അതൊന്ന് കണ്ട് കർത്താവിന് മഹത്വം കരയറ്റി. Can you see with your eyes of faith and worship God? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്ന ഒരു ദിവസം. You know, there is a day that our earthly bodies will be associated with this heavenly body. ഈ ഭൗമികമായത് സ്വർഗീയമായതായി തീരുന്ന ഒരു ദിവസം. You know, when an earthly body will be a heavenly body. ഈ നശ്വരമായത് അനശ്വരമായി തീരുന്ന ഒരു ദിവസം. When this destructive will be undestructible. അത് വരാൻ പോവുകയാണ്. And that is coming near. ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും, regardless of what happens in the world, ഏതെല്ലാം സാഹചര്യങ്ങൾ ഉടലെടുത്താലും, regardless of what situations ഒരു may happen ദൈവ around us, പൈതലിന് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. for the children of God there is a blessed hope. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു വെളിപ്പെടാൻ പോവുകയാണ്. Our Lord and Savior, the great God, he will appear one quickly. അതെല്ലാ വാർത്തകളും കേൾക്കുമ്പോൾ, ഇതെല്ലാം കാണുമ്പോൾ, as you see all the news around us, നമുക്ക് ഏറ്റുപറയാനുള്ളത്, there is one thing we want to repeat and confess. ആമേൻ കർത്താവേ വരണമേ. Our Lord, please come. ഇന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. Let us today together say, ആമേൻ കർത്താവേ വരണമേ. our Lord, amen, come. തന്റെ വരവിന് മുമ്പ് ഈ സഭയെ ഒരുക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ഉദ്ദേശം. So God's plan is to prepare his church before his നമ്മുടെ coming. ഇവിടെയുള്ള ഈ പ്രാദേശിക സഭയെ മാത്രമല്ല, I'm not talking about the local church. അവന്റെ സാർവലൗകിക സഭയെ ഒരുക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ His ഉദ്ദേശം. plan is to prepare his universal church. അവരുടെ കൂട്ടത്തിൽ ചേർന്ന് നമുക്കും പറയുവാനിടയാകണം. Among with our universal brothers and sisters. ആമേൻ കർത്താവേ വരണമേ. Lord, amen, you should come. ഇന്ന് രാവിലെ നമുക്ക് ഇത് ഏറ്റുപറയാം. Let us confess that this morning. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. Let us surrender ourselves in the presence of നമുക്ക് God. പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, thank you for admonishing us and reminding us once again that we need to be imminently waiting for your coming. When we see the wars and pestilence and all the friction all around us, Lord, help us to be reminded that we don't need to be worried, but your coming is near, Lord. We do not know the day or the time, Amen. but we know that one thing for sure, that your Amen. coming is near. Yes. And we patiently, help us to be patiently waiting for it. Father, oftentimes we are consumed by the things that is going on in our lives. But oftentimes in the middle of the night, in the morning or in the evening as we go to bed, help us to be reminded that you will come one day. Hallelujah. Lord, our Lord and Savior will come in the skies. And when that trumpet sounds, we need to be ready to be caught up with you in heaven, Lord. And I pray that our families, our children, our loved ones will be ready. And that is our responsibility to communicate that to everyone around us, Lord. Amen. That we understand that to be ours, but it is also our responsibility, Father, to remind us that we will share that good news with others, oh God. Thank you for using your servant to bring this to us as we hear the rest of it in the days to come. Help us to live daily. We pray for the peace of Israel. Amen. As well as the countries around them, Lord. And that's what you have asked us to do. We thank you once again for what you have done. Continue to speak to us, Lord. We give you all the glory and honor in Jesus Christ.